അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അത്തബസ്സുമു ലിവജ്ഹി അഖീക സദഖ. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സദഖയാണ് എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സസ്യജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുക്കൽ വരെ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ കൈകൊണ്ട് ഒരു സസ്യം നട്ടുപിടിപ്പിച്ചാൽ വരെ അത് അള്ളാഹുവിൻ്റെ മുന്നിൽ വളരെയധികം ശ്രേഷ്ഠമായ അമലാണത്. ആ സസ്യം വളർന്ന് കായ്കനികൾ വളർന്ന് പന്തലിക്കുകയും അങ്ങനെ അത് ജനങ്ങളും ജീവജാലങ്ങൾ വരെ കഴിക്കുന്നതിന് വരെ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇർഹമു മൻ ഫിൽ അർദി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോടും കാരുണ്യം ചെയ്യുന്നതാണ്. മൊത്തം കാരുണ്യത്തെ അള്ളാഹു തആല 100 വിഭജിക്കുകയും അതിൽ 99 പരലോകത്തേക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഒരൊറ്റ ഒരു കാരുണ്യം വെച്ചാണ് മാതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം, പിതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം, തള്ളപ്പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരുണ്യം. ബാക്കി 99 പരലോകത്തേക്ക് വേണ്ടി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒരു സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹു തആലയും നമ്മളെ സഹായിക്കുന്നതാണ്. അള്ളാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.